ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഷബേഴ്സ് ബ്ലെസ്സിങ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നാം പഠിക്കുന്നത് റൂത്ത് 3-ാം അധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റാണ്. മോക്ക് ടെസ്റ്റ് കൂടാതെ തലക്കെട്ടുകൾ, ചോദ്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും നല്ലപോലെ മാർക്ക് വാങ്ങുവാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1. റൂത്ത് 3-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട്: എ. നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക്. ബി. ബോവാസിൻ്റെ മെതിക്കളത്തിൽ. സി. റൂത്തിൻ്റെ വിവാഹം. ശരിയുത്തരം ബി. ബോവാസിൻ്റെ മെതിക്കളത്തിൽ. 2. മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? ആര് ആരോട് പറഞ്ഞു? എ. നവോമി റൂത്തിനോട്. ബി. നവോമി ഓർഫയോട്. സി. നവോമി മൊവാബിയായ മരുമകളോട്. ശരിയുത്തരം എ. നവോമി റൂത്തിനോട്. 3. നീ ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ. അദ്ധ്യായം വാക്യം: എ. റൂത്ത് 3:1. ബി. റൂത്ത് 3:2. സി. റൂത്ത് 3:3. ശരിയുത്തരം ബി. റൂത്ത് 3:2. 4. റൂത്ത് 3:3 നവോമി റൂത്തിനോട് പറയുന്ന കാര്യങ്ങളിൽ ആദ്യത്തേത്: എ. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. ബി. മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് ബോവാസ് ഇന്ന് രാത്രി വരുന്നുണ്ട്. സി. എന്നാൽ അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത്. ശരിയുത്തരം ബി. മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് ബോവാസ് ഇന്ന് രാത്രി വരുന്നുണ്ട്. 5. അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. തുടർന്ന് നവോമി പറയുന്നതെന്ത്? എ. നീ ചെയ്യേണ്ട എന്തെന്ന് അവൻ പറഞ്ഞു തരും. നീ ചെയ്യേണ്ട എന്തെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. സി. നീ എന്ത് ചെയ്യണമെന്ന് അവൻ പറഞ്ഞു തരും. ശരി ഉത്തരം എ. നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ പറഞ്ഞു തരും. 6. അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് അവൾ പറഞ്ഞു. അദ്ധ്യായം വാക്യം: എ. റൂത്ത് 3:4. ബി. റൂത്ത് 3:5. സി. റൂത്ത് 3:6. ശരിയുത്തരം ബി. റൂത്ത് 3:5. 7. അവൾ ഡാഷ് ചെന്ന് അമ്മാവിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. പൂരിപ്പിക്കുക. എ. ബാർലി പാറ്റുന്ന സ്ഥലത്ത്. ബി. വയലിൽ. സി. മെതിക്കളത്തിൽ. ശരിയുത്തരം സി. മെതിക്കളത്തിൽ. 8. റൂത്ത് 3:7 പ്രകാരം ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് എവിടെ കിടന്നുറങ്ങി? എ. വയലിൽ. ബി. ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ. സി. മെതിക്കളത്തിൽ. ശരിയുത്തരം ബി. ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ. 9. അപ്പോൾ അവൾ ഡാഷ് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നു. പൂരിപ്പിക്കുക. എ. അടുക്കൽ ചെന്ന്. ബി. പതുക്കെ ചെന്ന്. സി. സാവധാനം ചെന്ന്. ശരിയുത്തരം സി. സാവധാനം ചെന്ന്. 10. ഡാഷ് അവൻ ഞെട്ടി ഉണർന്നു. കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. പൂരിപ്പിക്കുക. എ. രാത്രിയിൽ. ബി. അർദ്ധരാത്രിയിൽ. സി. അതിരാവിലെ. ശരിയുത്തരം ബി. അർദ്ധരാത്രിയിൽ. 11. റൂത്ത് 3:9 പ്രകാരം ബോവാസ് റൂത്തിനോട് നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റൂത്ത് നൽകിയ മറുപടി എന്ത്? എ. ഞാൻ നിൻ്റെ ദാസിയായ റൂത്ത് ആണ്. ബി. ഞാൻ റൂത്ത് ആണ്. സി. ഞാൻ നവോമിയുടെ മരുമകൾ റൂത്ത് ആണ്. ശരിയുത്തരം എ. ഞാൻ നിൻ്റെ ദാസിയായ റൂത്ത് ആണ്. 12. റൂത്ത് 3:9 പ്രകാരം റൂത്ത് ബോവാസിനോട് ആവശ്യപ്പെട്ടതെന്ത്? എ. അങ്ങ് എൻ്റെ ബന്ധുവാകിയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. ബി. അങ്ങ് എൻ്റെ ഉറ്റ ബന്ധുവാകിയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. സി. അങ്ങ് എൻ്റെ അടുത്ത ബന്ധുവാകിയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. ശരിയുത്തരം സി. അങ്ങ് എൻ്റെ അടുത്ത ബന്ധുവാകിയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. 13. അവൻ മറുപടി പറഞ്ഞു: മകളെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ.
നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്. യുവാക്കന്മാരെ ധനികരോ ദരിദ്രരോ ആകട്ടെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ. പൂരിപ്പിക്കുക. എ ഔദാര്യം, ബി ദയ, സി കാരുണ്യം. ശരി ഉത്തരം എ ഔദാര്യം. 14 മകളെ ഭയപ്പെടേണ്ട, നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. നീ ഒരു ഡാഷ് ആണെന്ന് നഗരത്തിലെ എൻ്റെ പരിചയക്കാർക്കെല്ലാം അറിയാം. പൂരിപ്പിക്കുക. എ നല്ല സ്ത്രീ, ബി ഉത്തമ സ്ത്രീ, സി കുലീനയായ സ്ത്രീ. ശരിയുത്തരം ബി ഉത്തമ സ്ത്രീ. 15 ഞാൻ നിൻ്റെ അടുത്ത ബന്ധുവാണെന്നത് വാസ്തവം തന്നെ. എന്നാൽ എന്നേക്കാൾ അടുത്ത മറ്റൊരു ഡാഷ് നിനക്കുണ്ട്. പൂരിപ്പിക്കുക. എ ബന്ധു, ബി ചാർച്ചക്കാരൻ, സി ഉറ്റ ബന്ധു. ശരിയുത്തരം ബി ചാർച്ചക്കാരൻ. 16 ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം. അവൻ അത് ചെയ്താൽ നന്ന്. ഇല്ലെങ്കിൽ ബോവാസ് എന്തു ചെയ്യുമെന്നാണ് ആണയിട്ട് പറയുന്നത്. എ ഉറ്റ ബന്ധുവിൻ്റെ ഉത്തരവാദിത്തം കർത്താവാണെ ഞാൻ നിർവഹിക്കും. ബി അടുത്ത ബന്ധുവിൻ്റെ കടമ കർത്താവാണെ ഞാൻ നിർവഹിക്കും. സി ഉറ്റ ബന്ധുവിൻ്റെ കടമ കർത്താവാണെ ഞാൻ നിർവഹിക്കും. ശരി ഉത്തരം സി ഉറ്റ ബന്ധുവിൻ്റെ കടമ കർത്താവാണെ ഞാൻ നിർവഹിക്കും. 17 റൂത്ത് 3:14 ബോവാസ് റൂത്തിനോട് പറഞ്ഞതെന്ത്? എ മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത്. ബി ഉറ്റ ബന്ധുവിൻ്റെ കടമ കർത്താവാണെ ഞാൻ നിർവഹിക്കും. സി എന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ നിനക്കുണ്ട്. ശരി ഉത്തരം എ മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത്. 18 റൂത്ത് 3:15 ബോവാസ് റൂത്തിന് എത്ര അളവ് ബാർലിയാണ് നൽകിയത്? എ 5, ബി 6, സി 7. ശരി ഉത്തരം ബി 6. 19 റൂത്ത് 3:16 നവോമി റൂത്തിനോട് ചോദിച്ച ചോദ്യം. എ മകളെ എന്തുണ്ടായി? ബി മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? സി എവിടെയാണ് ഇന്ന് നീ കാല പെറുക്കിയത്? ശരി ഉത്തരം എ മകളെ എന്തുണ്ടായി. 20 അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകണ്ട എന്ന് പറഞ്ഞ് ഈ 6 അളവ് ബാർലി അവൻ എനിക്ക് തന്നു. അദ്ധ്യായം വാക്യം. എ റൂത്ത് 3:16, ബി റൂത്ത് 3:17, സി റൂത്ത് 3:18. ശരി ഉത്തരം ബി റൂത്ത് 3:17. 21 നവോമി പറഞ്ഞു, മകളെ കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് കാണാം. കാര്യം തീരുമാനിക്കുന്നതുവരെ അവൻ അടങ്ങിയിരിക്കുകയില്ല. തുടർന്ന് പറയുന്നതെന്ത്? എ ഇന്ന് തന്നെ തീരുമാനമാകും. ബി ഉടൻ തന്നെ തീരുമാനമാകും. സി കാര്യം എത്രയും വേഗം തീരുമാനമാകും. ശരി ഉത്തരം എ ഇന്ന് തന്നെ തീരുമാനമാകും. 22 റൂത്ത് 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എ 21, ബി 18, സി 20. ശരി ഉത്തരം ബി 18. 23 റൂത്ത് 3-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളുണ്ട്? എ 3, ബി 4, സി 5. ശരി ഉത്തരം എ 3. തലക്കെട്ടുകൾ. റൂത്ത് 3-ാം അധ്യായത്തിൽ ഒരേ ഒരു തലക്കെട്ട് മാത്രമേ ഉള്ളൂ. അത് ബോവാസിൻ്റെ മെതിക്കളത്തിലെന്നാണ്. 3-ാം അധ്യായം 1 മുതൽ 18 വരെ ഉള്ള വാക്യങ്ങളാണത്. ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? നവോമി മരുമകളായ റൂത്തിനോട് ചോദിക്കുന്നതാണ്. ഇത് 3-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. രണ്ടാമത്തെ ചോദ്യം, നീ ആരാണ്? ഇത് ബോവാസ് റൂത്തിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. അത് റൂത്ത് 3-ാം അധ്യായം 9-ാം വാക്യത്തിലാണ്. വീണ്ടും 3-ാമത്തെ ചോദ്യം, മകളെ എന്തുണ്ടായി എന്നൊരു ചോദ്യം. ഇത് നവോമി റൂത്തിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. അത് റൂത്ത് 3-ാം അധ്യായം 16-ാം വാക്യത്തിലാണ്. അങ്ങനെ ആകെ 3 ചോദ്യങ്ങളാണ് ഉള്ളത്.
എല്ലാവർക്കും നന്ദി. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് ചാനലിൻ്റെ നന്ദി എല്ലാവരും അറിയിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരെയും കർത്താവായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.